ശ്രീമദ് ഭാഗവതം ക്ലാസ് 306. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 11 16-ാമത്തെ അധ്യായമാണ്. അത് ഭഗവാന്റെ തിരു അവതാരങ്ങളാണ്. അപ്പം എന്താണ് അവതാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളിവിടെ അവസാനം നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്താണ് ഈ അവതാരം? യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത് എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. ആ ബ്രഹ്മമാണ് പലതായി തിരിഞ്ഞ് പ്രപഞ്ചത്തിലുള്ള 33 വസ്തുക്കളായിട്ട് തീരുന്നത്. അതിൽപ്പെട്ടതെല്ലാം തന്നെ നമ്മളുമല്ല. ഇങ്ങനെ തീർന്നതിനാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അവതാരം എന്ന് പറയുമ്പോൾ കുറച്ചൊരു അതിൽ ഓരോന്നിലും മഹത്വമുള്ളതിനെ എടുക്കാം. ആ നിലയിലുള്ള ഒരു എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. എല്ലാം ശ്രീഹരിയാണ്, എല്ലാം കൃഷ്ണനാണ്. ഞാനും അതാണ് എല്ലാവരുമായി തീർന്നതെങ്കിലും നമ്മളല്ല അത് തന്നെ. ഇതെല്ലാം അവതാരങ്ങളാകുമ്പോഴും എല്ലാത്തിനും അവതാരണം എന്ന് പറയുമ്പോൾ പുരാണ കഥകളിലെ അവതാരമായിട്ട് ചിലവർ എടുത്തു പറയുമ്പോൾ എല്ലാവരും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതിനെ കുറച്ചും കൂടിയും വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ. അത് കണ്ടതിൻ്റെ ശേഷം നമുക്കതിലേക്ക് അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഒന്നിൽ ഉദ്ധവർ ചോദിക്കുകയാണ്, താങ്കൾ, അതായത് കൃഷ്ണനോട് പറയുകയാണ്, ആദിയും അന്തവും ഒന്നുമില്ലാത്തവനാണ്. ആ പ്രപഞ്ചം എപ്പോൾ ഏതിൽ നിന്നുണ്ടായോ അതാണ് ഈ ശ്രീകൃഷ്ണൻ. ഉദ്ധവർ തന്നെ പറയാണ്, ആദിയും അതിനറ്റവുമില്ലാത്ത പരബ്രഹ്മം തന്നെ. കഥയിൽ ഇങ്ങനെ വരുമ്പോൾ ഓരോ കാലത്തെയെല്ലാം നാരായണനായി പറഞ്ഞ് അല്ലെങ്കിൽ കൃഷ്ണനായി പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാം അങ്ങ് ആ ബ്രഹ്മം തന്നെ. താങ്കൾ തന്നെ സകലതിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായി. ഇവിടെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം പരിരക്ഷിക്കുന്നുണ്ടോ, എന്തെല്ലാം ഇല്ലാതാകുന്നുണ്ടോ, അതെല്ലാത്തിനും കാരണമായതും അങ്ങ് തന്നെ. 2 വേദങ്ങളുടെ അർത്ഥസഹിതം മനസ്സിലാക്കിയ ബ്രാഹ്മണർ. വേദങ്ങളുടെ അർത്ഥസഹിതം, അപ്പോൾ വേദവരികൾക്ക് അർത്ഥമുണ്ട്. ആ അർത്ഥസഹിതം മനസ്സിലാക്കിയ ബ്രാഹ്മണർ ഉയർന്നതും താഴ്ന്നതുമായ എല്ലാ പ്രാണികളെയും, ചിലത് നമുക്ക് ഉയർന്നത്, ഇപ്പം മനുഷ്യരെല്ലാം വലുതാണെന്ന് തോന്നും, പുഴുക്കളെല്ലാം താണതാണെന്നെല്ലാം നമുക്ക് തോന്നും. പക്ഷേ വേദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയവരാണ് ബ്രാഹ്മണർ. ആ ബ്രാഹ്മണർ ഇത്തരം ഉയർന്നതും താഴ്ന്നതുമായ ജീവികളിൽ സ്ഥിതി ചെയ്യുന്നതും, അപ്പം എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നത് അവരെന്തായി മനസ്സിലാക്കും? ആ ശ്രീഹരിയാണ്. എത്ര ഉയർന്ന ജീവിയായാലും എത്ര താഴ്ന്നയായാലും, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും, ക്രിസ്ത്യാനിയായ ഹിന്ദുവായാലും മുസ്ലിമായാലും എല്ലാമായാലും, ആണായാലും ആർത്തവുള്ള സ്ത്രീയായാലും പട്ടിയായാലും പൂച്ചയായാലും പുഴുവായാലും എല്ലാത്തിലും ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് അങ്ങാണ്. ചിത്തശുദ്ധിയില്ലാത്തവർക്ക്, അതായത് ശരിയായ ചിത്ത ഇല്ലാത്തവർക്ക്, ശുദ്ധിയില്ലാത്തവർക്ക്, വേറൊരു തരത്തിൽ പറഞ്ഞാൽ അജ്ഞാനികൾക്ക്, മനഃശുദ്ധി ഇല്ലാത്തവർക്ക്, മനസ്സിലാക്കാൻ കഴിയാത്തത്, അവർക്കിതൊന്നും മനസ്സിലാവില്ല. അവർക്ക് തൊട്ടുപോയ ദൃഷ്ടിദൂഷ്യം, തൊട്ടുപോയാൽ അശുദ്ധി, ഇങ്ങനെയെല്ലാം, ഇതെല്ലാം ചിത്തശുദ്ധി ഇല്ലാത്തവർക്കാണ്. മനസ്സിലാക്കാത്തതുമായ പരബ്രഹ്മസ്വരൂപത്തെ ഉപാസിക്കുന്നു. അപ്പോൾ വേദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയവർ പരബ്രഹ്മസ്വരൂപമായിട്ടാണ് എല്ലാ ജീവികളിലുമുള്ള
അതിന് താഴ്ച ഉയർച്ചയൊന്നുമില്ല. ഉള്ളിൽ അധിവസിക്കുന്ന ആ ശക്തി വിശേഷമായിട്ട് അങ്ങയെ ഉപാസിക്കും. അവർക്കിങ്ങനെ തൊട്ടുപോയ അശുദ്ധി ഇങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. വേദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയവർ ഏതേതു പദാർത്ഥങ്ങളിൽ പരമജ്ഞാനികൾ ഭക്തിയോടെ താങ്കളെ ഉപാസിച്ച് സിദ്ധി പ്രാപിക്കുന്നുവോ അങ്ങനെയുള്ള പണ്ഡിതൻ, ഏതേതു പദാർത്ഥങ്ങളിൽ പരമജ്ഞാനികൾ ഭക്തിയോടെ താങ്കളെ ഉപാസിക്കുന്നു, എന്തിലും അവരെ ഈശ്വരനെ ദർശിച്ചിട്ട് ഉപാസിക്കുന്നു. ഒരു പട്ടിയായാലും വേണ്ടിയില്ല, പൂച്ചയായാലും വേണ്ടിയില്ല, ഒരു മണ്ടനായാലും വേണ്ടിയില്ല, ഒരു ഭ്രാന്തനായാലും വേണ്ടിയില്ല, അവരിലെല്ലാം പരമജ്ഞാനികൾ ഭക്തിയോടെ താങ്കളെ ഉപാസിക്കും. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമി എന്ത് ചെയ്തത്? കല്ലും അതും കണ്ണാടിയെല്ലാം എടുത്തു കൊടുത്തത്. നിങ്ങളിതെടുത്ത് ഉപാസിച്ചോ. അതാണ് അതിൻ്റെ അർത്ഥം. ശരിയായ ഉപാസിക്കുന്നുവോ ആ തത്വം എനിക്കൊന്ന് ഉപദേശിച്ചു തരിക. പരമജ്ഞാനികൾ എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുന്നു. നാരായണ ഗുരുസ്വാമി എല്ലാറ്റിലും ഈശ്വരനെ ദർശിച്ചു. അതുകൊണ്ട് ഒരാൾക്ക് എനിക്കൊരു ബിംബം വേണമെന്ന് പറഞ്ഞാൽ ഇതാ പിടിച്ച് ഒരു കല്ലെടുത്ത് കൊടുക്കും, കണ്ണാടി എടുത്തു കൊടുക്കും, ഇങ്ങനെ എന്തൊക്കെ എടുത്തു കൊടുക്കും. കാരണം അതിലല്ല ഇപ്പോഴത്തെ യുക്തിവാദികൾ എന്താ ചെയ്യുന്നത്? അവരുടെ അണികൾക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഡിങ്കൻ്റെ പടം കൊടുക്കുന്നു, അവരത് ആരാധിക്കുന്നു. അത് ജ്ഞാനികളാണ്. ആ കഴിവുള്ള തരത്തിൽ ആ തത്വം ഉപദേശിച്ചു തരാനാണ് ഭാഗവത അവസാനിക്കുമ്പോൾ പറഞ്ഞു തരുന്നത്. 4 ഭൂതങ്ങളെ സൃഷ്ടിച്ച് അങ്ങ് ഭൂതങ്ങളെയല്ല, എല്ലാ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. സൃഷ്ടിച്ച് സർവപ്രാണികളുടെയും അന്തരാമിയായി അങ്ങ് സഞ്ചരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായി മാറിയിട്ട് അതിൽ അങ്ങ് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ഒരാളായാലും ഒരു ആർത്തവമുള്ള സ്ത്രീ ആയാലും അവരിലൂടെ ആര് സഞ്ചരിക്കുന്നു? ശ്രീഹരി. അവളായി മാറിയിട്ട് അവളിലൂടെ ശ്രീഹരി സഞ്ചരിക്കുകയാണ്. താങ്കൾ ഞങ്ങളെ എല്ലാറ്റിനെയും നോക്കുമ്പോൾ, അങ്ങനെ എല്ലാറ്റിലും ഇരുന്നു കൊണ്ട് താങ്കൾ എല്ലാവരെയും നോക്കുമ്പോൾ അവർക്ക് താങ്കളെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ വേശ്യകളുമായിട്ടെല്ലാം രമിച്ചു എന്ന് പറഞ്ഞത്. വേശ്യകളുമെല്ലാം താണി ഉച്ചനീചത്വങ്ങളൊന്നും അതിനില്ല. എല്ലാം അതാണ്. അത്രയും വിശാലമായ ഒരു ചിന്താഗതിയാണ് ശ്രീഹരിക്കുള്ളത്. അഞ്ച്, എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ അങ്ങ് 3 ലോകങ്ങളിലുമുള്ള അങ്ങയുടെ വിഭൂതിയെ അങ്ങെനിക്ക് ഉപദേശിച്ചു തരിക. ഗംഗാതീർത്ഥങ്ങൾക്ക് ഇരിപ്പിടമായ താങ്കളുടെ പ്രാതത്തെ ഞാൻ നമസ്കരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ വിഭൂതികളെയും എനിക്കൊന്ന് ഉപദേശിച്ച് തരിക. അപ്പോൾ ആറിൽ ഭഗവാൻ പറയുകയാണ്, കുരുക്ഷേത്രത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടേണ്ടി വന്നപ്പോൾ അർജുനനും എന്നോട് ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. അർജുനൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ കൊല്ലുന്നവൻ, ഇവൻ കൊല്ലപ്പെടുന്നവൻ. ആര്? ഞാൻ അവനെ കൊല്ലണം എന്ന പ്രാകൃത ബുദ്ധിയോടുകൂടി അർജുനൻ ബന്ധുക്കളുടെ വധത്തെ അധർമ്മമായി കണ്ടിട്ട്, ബന്ധുക്കളെ കൊല്ലുന്നത് അധർമ്മമാണ് എന്ന് ചിന്തിച്ചിട്ട് ആയുധം ഉപേക്ഷിച്ചു. അപ്പോൾ 8, എന്നാൽ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശിച്ചപ്പോൾ ആ പുരുഷശ്രേഷ്ഠൻ, ആര്? അർജുനൻ, ഇതുതന്നെ എന്നോട് ചോദിച്ചു.
എന്നോടും ഇത് തന്നെയാണ് ചോദിച്ചത്. അപ്പം അതിൻ്റെ ഉത്തരം പറയുകയാണ്. 9, പ്രാണികൾക്ക്, പ്രാണി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് തരം ജീവജാലങ്ങളായാലും ആത്മാവും സുഹൃത്തും ഈശ്വരനും ഞാൻ തന്നെ. എല്ലാ പ്രാണികളുടെ ആത്മാവും ഞാനാണ്, അവരുടെ സുഹൃത്തും ഞാനാണ്, ഈശ്വരനും ഞാൻ തന്നെ. അപ്പോൾ ആർക്കും വ്യത്യസ്തനല്ല, എല്ലാവർക്കും. പുഴുവായാലും അതിൻ്റെ ഈശ്വരനും ഞാൻ തന്നെ, സുഹൃത്തുമാണ്. സകല ജീവികളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണവും ഞാൻ തന്നെ. അവയെല്ലാം സൃഷ്ടിക്കുന്നതിനും അവയെ സംരക്ഷിക്കുന്നതും അവരുടെ കർമ്മം കഴിയുമ്പോൾ അവനെ ഇല്ലാതാക്കുന്നതും ഞാൻ തന്നെ. ഞാൻ നടക്കുന്നവരുടെ വഴിയാണ്. ആരെങ്കിലും നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പോകേണ്ട വഴി ഞാനാണ്. അതായത് അത് തീരുമാനിച്ച വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ല നമ്മളെ ഇഷ്ടത്തിന് പോകല്ല. നമ്മൾ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും അത് തീരുമാനിച്ച വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പം ഞാൻ പോകുന്നതും അതെങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ച വഴിയാണ് പോകുന്നത്. വശീകരിക്കുന്നവൻ കാലമാണ്. ഏറ്റവും അധികം വശീകരിക്കുന്ന കഴിവുള്ള ആർക്കാണ്? കാലത്തിനാണ്. കാലത്തിനെ എല്ലാത്തിനെയും വശീകരിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഗുണങ്ങളിൽ സമത്വമാണ്. എല്ലാവരും സമന്മാരാണ്. ഏതെങ്കിലും കൂടിയ ഗുണവും ഏറ്റവും കുറഞ്ഞ ഗുണമൊന്നുമില്ല. എല്ലാം സമന്മാരാണ്. എന്തുകൊണ്ട്? എല്ലാം ബ്രഹ്മമാണ്. തുല്യനീതി, സമത്വം, എല്ലാവരും ഒരുപോലെ. അതേത് തത്വമാണ്? അതിലേക്കാണ് കൃഷ്ണൻ, ആ ഒരു ലോകമാണ് കൃഷ്ണൻ ഉണ്ടാക്കാൻ പോകുന്നത്. സമത്വസുന്ദരമായ ലോകം. ഉച്ചനീചത്വങ്ങളില്ലാതെ, തൊട്ടുകൂടായ്മയില്ലാതെ, ജാതി വ്യവസ്ഥകളൊന്നുമില്ലാതെ, എല്ലാം ഒരു മനുഷ്യർ, ഒരു കുടുംബം പോലെ. ഗുണങ്ങളുള്ള വസ്തുക്കളെ സ്വാഭാവികമായ ഗുണം, ആവറേജ് ഗുണം, അല്ലാതെ ഞാൻ വലുതാണ് താഴ്ന്നയാണ് എന്നുള്ള ചിന്തയൊന്നുമില്ല. സ്വാഭാവികമായ ഗുണം, ഗുണങ്ങളിലെ സ്വാഭാവികമായ ഗുണം. സ്വാഭാവിക ഗുണം മതിയല്ല, അല്ലാതെ ഞാൻ വലിയ എന്ത് മറ്റേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗുണമുള്ളവയിൽ ഞാൻ സൂത്രാത്മാവാണ്. സൂത്രാത്മാവാണ്, ഏറ്റവും സൂക്ഷ്മമായ ആത്മാവാണ്. മഹാത്മാവായതിൽ മഹാതത്വമാണ്. അത് സയൻസാണ് ഞാൻ. തത്വങ്ങളിൽ ഏറ്റവും പ്രധാനം സയൻസാണ്. സയൻസാണ്, മഹാതത്വമാണ് ഞാൻ. സൂക്ഷ്മമായിട്ടുള്ളതുണ്ടെങ്കിൽ അതേതാണ്? ജീവനാണ്. ഏറ്റവും സൂക്ഷ്മമായത് ജീവനാണ്. ജയിക്കാൻ സാധിക്കാത്തവയിൽ ഞാൻ മനസ്സാണ്. ഈ ലോകത്തിൽ ജയിക്കാൻ പറ്റാതെ എന്തുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രയാസമുള്ളത് ഏതാണ്? മനസ്സാണ്. അപ്പം അത് ഞാനാണ്. വേദം ഉപദേശിക്കുന്നവരിൽ, വേദം ഉപദേശിക്കാൻ പറ്റുന്നവരിൽ ഹിരണ്യഗർഭനാണ് ഞാൻ. മന്ത്രങ്ങളിൽ ഞാൻ ആവൂമ അടങ്ങിയ ഓംകാരമാണ്, അല്ലെങ്കിൽ പ്രണവമന്ത്രമാണ്. ഇപ്പം എനിക്കൊട്ട് പറയാൻ പോകുന്നത് ഓരോ കാറ്റഗറിയിലും ഏറ്റവും ശ്രേഷ്ഠമായത് ഞാനായിട്ടെടുത്തു. അക്ഷരങ്ങളിൽ ആദ്യാക്ഷരം ആ ഞാനാണ്. ഛന്ദസ്സിൽ ഗായത്രി ഛന്ദസ്സാണ്. ദേവന്മാരിൽ ഇന്ദ്രനാണ്. വസുക്കളിൽ അഗ്നിയാണ്. ആദിത്യന്മാരിൽ വിഷ്ണുവാണ്. രുദ്രന്മാരിൽ നീലലോഹിതനാണ്. ബ്രഹ്മർഷികളിൽ ഭൃഗുവാണ്.
രാജർഷികളിൽ മനുവാണ്. രാജാക്കന്മാരിൽ ഏറ്റവും ആദ്യത്തെ മനു. ദേവർഷികളിൽ നാരദനാണ്. പശുക്കളിൽ കാമധേനുവാണ്. എല്ലാം മാക്സിമാണ്. സിദ്ധേശ്വരന്മാരിൽ കപിലനാണ്. 15. പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗരുഡൻ, ഏറ്റവും ഉയരത്തിൽ പറക്കും. പ്രജാപതിമാരിൽ ദക്ഷനാണ്. പിതൃക്കളിൽ ആര്യമാവാണ്. അസുരന്മാരിൽ പ്രഹ്ലാദനാണ്. 16. നക്ഷത്ര ഔഷധങ്ങളിൽ ചന്ദ്രനാണ്. യക്ഷരാക്ഷസന്മാരിൽ കുബേരനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. 17. ആനകളിൽ ഐരാവതമാണ്. ജലതന്തുക്കളിൽ വരുണനാണ്. തപിക്കുന്ന പ്രകാശിക്കുന്നവരിൽ സൂര്യനാണ്. മനുഷ്യരിൽ രാജാവാണ്. മനുഷ്യരിൽ ഏറ്റവും വലുതെന്നാണ് രാജ്യം ഭരിക്കുന്ന രാജാവാണ്. കുതിരകളിൽ ഉഗ്രസവസാണ്. 18. ധാതുക്കളിൽ സ്വർണമാണ്. സ്വർണത്തെക്കാട്ടിയും വില പ്ലാറ്റിനത്തിനാണ്. എന്നാലും സ്വർണം തന്നെയാണ് ജനത്തിനെ സ്വാധീനിക്കുന്നത്. അച്ചടക്കമുള്ളവരിൽ യമനാണ്. ഭയങ്കര നിയമമാണ്. ഒരു പിടിയും കൊടുക്കില്ല, ഒരു കടാക്ഷവുമില്ല. സർപ്പങ്ങളിൽ വാസുകിയാണ്. നാഗങ്ങളിൽ അനന്തനാണ്. 19. ശൃംഗം ദൃക്ഷങ്ങളെല്ലാം ഉള്ളതിൽ സിംഹമാണ്. കടിച്ചു കയറാനുള്ള ആ ഒരു. ആശ്രമങ്ങളിൽ സന്യാസാശ്രമം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. വർണ്ണങ്ങളിൽ ബ്രാഹ്മണരാണ്. ഏറ്റവും ബുദ്ധിയുള്ള ചിന്തകരായ ശാസ്ത്രജ്ഞരാണ്. അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം, ബ്രഹ്മത്തെ അടക്കം മനസ്സിലാക്കിയവരാണ്. പ്രവഹിക്കുന്ന 20. പ്രവഹിക്കുന്ന തീർത്ഥജലങ്ങളിൽ ഗംഗയാണ്. ജലാശയങ്ങളിൽ സമുദ്രമാണ്. ആയുധങ്ങളിൽ വില്ലാണ്. ഇന്നും വില്ലെന്താണ്? വലിച്ചുവിടുന്ന സാധനം. ഇന്നും ഏറ്റവും നല്ല ആയുധം ഏതാണ്? ഈ മിസൈലുകളാണ്. തൊടുത്തുവിടുന്നത്. ആ തൊടുത്തുവിടുന്നതിനാണ് വില്ല് എന്നതുകൊണ്ടുണ്ടാകുന്നത്. അമ്പ് വിടുന്ന മാതിരി തൊടുത്തുവിടുന്ന. ഇന്ന് ഏറ്റവും വലിയ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോയിട്ട് അടിക്കാം. അല്ലാതെ വിമാനത്തിൽ പോയിട്ടൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകളെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നിട്ട് അങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ മതി. വില്ലാളികളിൽ ത്രിപുരാസുരനെ വധിച്ച പരമേശ്വരനാണ്. അപ്പം പരമേശ്വരൻ ഞാൻ തന്നെ. 21. വാസയോഗ്യമായ സ്ഥലത്തിന് മേരുമലയാണ്. പ്രവേശിക്കാൻ പ്രയാസമായ വല്ലതുകൊണ്ടെങ്കിൽ അത് ഹിമാലയമാണ്. അതിൽ ഹിമാലയം ഞാനാണ്. ഇതെല്ലാം ഞാനാണെന്നാണ് പറയുന്നത്. മേരുപർവ്വതം ഞാനാണ്. ഹിമാലയം ഞാനാണ്. വനസ്പതിയിൽ അശ്വത വൃക്ഷമാണ്. ധാന്യങ്ങളിൽ ഞാൻ യവമാണ്. ഇരുപത്തിരണ്ട്. പുരോഹിതന്മാരിൽ വസിഷ്ഠനാണ് ഞാൻ. വേദജ്ഞാനികളിൽ ബൃഹസ്പതിയാണ് ഞാൻ. സേനാനായകരിൽ സ്കന്ദനാണ് ഞാൻ. സന്മാർഗികളിലെ പ്രവർത്തികളിൽ ബ്രഹ്മദേവനാണ് ഞാൻ. അപ്പം ഈ ബ്രഹ്മദേവനെല്ലാം ഞാൻ തന്നെ. 26. യജ്ഞത്തിൽ ബ്രഹ്മയജ്ഞം. എന്ത് യജ്ഞം? ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട യജ്ഞങ്ങളാണ് ഏറ്റവും നല്ല യജ്ഞം. വ്രതങ്ങളിൽ ഹിംസിക്കാതിരിക്കുന്നതാണ് ഞാൻ. ശുദ്ധി ചെയ്യുന്ന കാര്യത്തിൽ കാറ്റ് ശുദ്ധിയാക്കും. അഗ്നി ശുദ്ധിയാക്കും. സൂര്യൻ എന്നാലേ പാറപ്പുറത്തെല്ലാം നമ്മൾ പോയിരിക്കും.
അവിടെ എന്ത് തൂറിയ പക്ഷികളോ എന്തോ എല്ലാം കാഷ്ടിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല, അതെല്ലാം ഉണങ്ങി ഭസ്മമായിട്ട് പോകും. അപ്പം സൂര്യൻ, ജലം, വാക്ക്, നല്ല സംസാരങ്ങളാണ് ശുദ്ധീകരിക്കുക. ഇവയെല്ലാം ഞാനാണ്. അഷ്ടയോഗങ്ങളിൽ സമാധി ഞാനാണ്. അപ്പം എല്ലാത്തിൻ്റെയും ശ്രേഷ്ഠമായതിനെ ഞാനായിട്ട് കാണുക. വിജയ ഇച്ഛകളിൽ എന്തെങ്കിലും ജയിച്ചു കാണണം എന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ജയത്തിൽ ഏറ്റവും നല്ലത് നീതിയാണ്. അത് നീതിയാണ് ജയിക്കേണ്ടത്. 24 വിവേകബുദ്ധിയിൽ, വിദ്യയിൽ, മറ്റുള്ള വിദ്യകളിലെല്ലാം പറ്റി ചിന്തിക്കുമ്പോൾ അതിലേതാണ്? ആത്മജ്ഞാനമാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് അത് കൃഷ്ണനാണ്. സ്ത്രീകളിലെ ശതരൂപം, സ്വയംഭൂ മനുവിൽ നിന്നും ശതരൂപയിൽ നിന്നാണ് ആദ്യത്തെ സൃഷ്ടിക്രമങ്ങളെല്ലാം വന്നതുകൊണ്ട് ആദ്യമുള്ളത് ഏതാണ്? സ്ത്രീകളിലെ ശതരൂപ, പുരുഷന്മാരിലെ സ്വയംഭൂ, മുനികളിൽ നാരായണ ഋഷി, കാരണം ആദ്യത്തെ മുനി നാരായണൻ. ബ്രഹ്മചാരികളിലെ സനകാദികൾ, അതും ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തിൽ സനകാദികളെ കൃഷ്ണനായിട്ട് കാണണം. ധർമ്മത്തിലെ സന്യാസധർമ്മം 26. അഭയസ്ഥാനം അന്തർനിഷ്ഠ. മറച്ചു വെക്കേണ്ടതിൽ എന്തെങ്കിലും മറച്ചു വെക്കേണ്ടതിൽ അതിലേതാണ് വേണ്ടത്? മൗനം, അല്ലെങ്കിൽ മധുര വാക്കുകൾ, അത് മറച്ചു വെക്കണം. അനാവശ്യമായിട്ടാകെ പുകഴ്ത്താനൊന്നും പോകരുത്. ആ സ്വഭാവം അത് കൃഷ്ണനാണ്. സ്ത്രീ പുരുഷ ദ്വന്ദ്ങ്ങളിലായിട്ടെടുക്കുമ്പോൾ പ്രജാപതിയാണ്. ഇനി 27. ഇമ അടക്കാത്തവര്, കണ്ണടക്കാത്ത കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം എന്താണ്? കണ്ണടക്കാതിരിക്കുന്നത് സംവത്സരമാണ്. ഋതുക്കളിൽ വസന്തം, മാസങ്ങളിൽ മാർഗശീർഷം, നക്ഷത്രങ്ങളിൽ അഭിജിത്ത്, യുഗങ്ങളിൽ 28, യുഗങ്ങളിൽ ഹൃദയുഗം, ധീരന്മാരിൽ ദേവരൻ, വേദവ്യാസന്മാരിൽ ഓരോ യുഗങ്ങളിലും വേദവ്യാസന്മാരുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ മന്വന്തരങ്ങളിൽ, ഓരോ മന്വന്തരങ്ങളിലും വേദവ്യാസന്മാരുണ്ടല്ലോ. അതിൽ കൃഷ്ണദ്വയഭായന്. വിദ്വാൻമാരിൽ ശുക്രാചാര്യർ ആരാണ്? കൃഷ്ണൻ. കൃഷ്ണദ്വയഭായൻ ആരാണ്? കൃഷ്ണൻ, അല്ലെ ശ്രീഹരി, അല്ലെ ആ ശ്രീ ബ്രഹ്മം തന്നെ, ആ പരമാത്മാവ്. 29 ജ്ഞാനികളിൽ വാസുദേവൻ. ഭഗവത് ഭക്തരിൽ നീ തന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ധവര്. കിൻ പുരുഷന്മാരിൽ ഹനുമാൻ. വിദ്യാധരന്മാരിലെ സുദർശനൻ. ഇനി 30 രത്നങ്ങളിലെ പത്മരാഗം. സൗന്ദര്യ വസ്തുവിൽ താമരപ്പൂവാണ് ഞാൻ. പുൽജാതികളിൽ കുശ. ഹവിസിൽ പശുവിൻ്റെ നെയ്യാണ് ഞാൻ. അപ്പോൾ ഓരോ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നെയായിട്ട് കണ്ടോളുക എന്ന് പറയുക. പ്രയത്നം ചെയ്യുന്നവർക്ക് ധനം എത്തിക്കുന്നത് ഞാനാണ്. 31 ചതിക്കുന്നവരിൽ ദ്രുതകീട. ക്ഷമയുള്ളവർക്ക് ക്ഷമയാണ് ഞാൻ. ക്ഷമിക്കാൻ കഴിവുള്ളവർക്ക് ക്ഷമയാണ് ഞാൻ. സത്വഗുണങ്ങളിൽ, മറ്റുള്ള ഗുണങ്ങളിലെല്ലാം സത്വഗുണമാണ് ഞാൻ. ബലവാന്മാർക്ക് മനോബലവും ഇന്ദ്രിയ ബലവും എല്ലാം ഞാനാണ്. ഭഗവത് ഭക്തർക്ക്
ഭാഗവതത്തിലുള്ള ഭഗവത് ഭക്തർക്ക് ശ്രേഷ്ഠം ഭക്തിയോടുകൂടിയ കർമ്മം, അതാണ് ഞാൻ. ഭഗവത് ഭക്തര് ഭക്തിയോടുകൂടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്. ഭക്തന്മാർ പൂജിക്കുന്ന കുറേ പേരുണ്ടല്ലോ, വാസുദേവൻ, സംകർഷണൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ, നാരായണൻ, ഹയഗ്രീവൻ, വരാഹം, നരസിംഹം, ബ്രഹ്മദേവൻ, ഇങ്ങനെയുള്ള 9 വാസുദേവനാണ് ഞാൻ. ഗന്ധർവൻ അപ്സരസുകളിൽ 33 വിശ്വവാസു. പർവ്വതങ്ങളെ സ്ഥിരമായിരിക്കുന്നത് ഞാനാണ്. പർവ്വതങ്ങൾ ഉറച്ചിരിക്കുന്ന ആ സ്വഭാവമുണ്ടല്ലോ, അത് ഞാനാണ്. ഭൂമിക്കൊരു ഗന്ധമുണ്ടല്ലോ, ആ ഗന്ധം ഞാനാണ്. 34 ജലത്തിനൊരു മധുരരസമുണ്ടല്ലോ, ആ രസം ഞാനാണ്. തേജസ്സിലെ അഗ്നി ഞാനാണ്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെ പ്രഭ ഞാനാണ്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെ എല്ലാം പ്രഭ ഞാനാണ്. ആകാശത്തിലൊരു ശബ്ദം കേൾക്കും, പര എന്നൊരു ശബ്ദം, അതും ഞാനാണ്. ആകാശത്തിലൊരു മൂളിച്ചുണ്ട്, പര എന്ന് പറഞ്ഞിട്ടുള്ള, അത് ഞാനാണ്. 35 ബ്രാഹ്മണ ഭക്തരിൽ ബലിയാണ് ഞാൻ. വീരന്മാരിൽ അർജുനൻ ഞാനാണ്. ഇതെല്ലാം എൻ്റെ അവതാരങ്ങളാണെന്നാണ് പറയുന്നത്. വീരന്മാർ ഈ നാട്ടിൽ എത്രയുണ്ടെങ്കിൽ അതിൽ അർജുനൻ ഞാനാണ്. പ്രാണികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അവസാനം നശിപ്പിക്കുന്നത് ഞാൻ തന്നെ. ഇനി 36 ഗതി, വാക്ക്, ജലം, മലവിസർജനം, ആദാനം, ആനന്ദം, സ്പർശിക്കുക, നോക്കുക, രുചിക്കുക, കേൾക്കുക, മുകരുക എന്നീ വ്യാപാരങ്ങളും ഇന്ദ്രിയ ശക്തിയും എല്ലാം ഞാൻ തന്നെ. ഇവിടെ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും എല്ലാം ഇന്ദ്രിയങ്ങളുടെ ശക്തിയെല്ലാം ഞാൻ തന്നെ. ഞാനല്ലാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല, എല്ലാം ഞാനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ മാത്ര ഞാനാണ്. അതെത്രയുണ്ട്? 5 എണ്ണമുണ്ട്. കര, ദ്രവ, വാത, ഊർജ, ആകാശ. അഹങ്കാരം, മഹത്തത്വങ്ങൾ, ഇങ്ങനെ 2 എണ്ണമുണ്ട്. അത് ഞാനാണ്. 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, പിന്നെ ഒരു മനസ്സും. ഷോഡശ വികാരങ്ങൾ, ജീവൻ, ഇങ്ങനെയെല്ലാം കൂടിയിട്ട് 25 തത്വങ്ങളും ഞാനാണ്. രജോ തമോ സത്വഗുണം, പ്രകൃതി ഗുണങ്ങൾ ഞാനാണ്. പരബ്രഹ്മവും ഞാൻ തന്നെ. അപ്പോൾ എന്തെല്ലാമായിട്ട് ഇവിടെ തീർന്നിട്ടുണ്ടോ അല്ല ഞാൻ തന്നെ. സർവവും അവയെ ഗണിക്കുന്നതും, അതായത് അതിനെല്ലാം ഏകോപിക്കുന്നതും, അവയുടെയെല്ലാം അതിൻ്റെ പിന്നിലുള്ള ജ്ഞാനവും, അതെന്തെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലവും, അവയുടെ തത്വനിശ്ചയം എല്ലാം ഞാൻ തന്നെ. ഈശ്വരനും ജീവനും ഗുണവും ഗുണനും ഗുണിയും ക്ഷേത്രജ്ഞനും ക്ഷേത്രവും എല്ലാം ഞാൻ തന്നെ. ഞാനില്ലാതെ ഒരു സ്ഥലത്തും ചേതനയോ അചേതനയായ ഒരു പദാർത്ഥവുമില്ല. ചേതന അല്ലെ അചേതനമായ ഒരു പദാർത്ഥവും ഒരു സ്ഥലത്തും ഞാനില്ലാതെ ഇല്ല. മുപ്പത്തൊമ്പതില് വളരെ കാലം കൊണ്ട് പരമാണുക്കളുടെ കണക്കെടുക്കുക എന്ന ഇത് ചെയ്തേക്കാം. ഈ ഭൂമിയിലുള്ള പരമാണുക്കളുടെ എല്ലാം കണക്ക് നമുക്കെടുക്കാൻ പറ്റിയേക്കാം. എന്നാൽ ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുന്ന എൻ്റെ വിഭൂതികളുടെ കണക്കെടുക്കുവാൻ ആർക്കും പറ്റില്ല. ഈ ഭൂമിയിലുള്ള പരമാണുക്കളുടെ എണ്ണയിലും മണിക്കൽ എത്രയോ കാലം കൊണ്ട് എണ്ണി തീർക്കാം. പക്ഷേ എൻ്റെ വിഭൂതികളുടെ കണക്കെടുക്കാൻ നടക്കില്ല. എന്തെല്ലാം വിഭൂതി? 40 പറയുകയാണ്. പ്രഭാവം, സമ്പത്ത്, കീർത്തി, ഐശ്വര്യം, ലജ്ജ, ത്യാഗം, ആനന്ദം, ഭാഗ്യം, വീര്യം,
അഹന്ത, ശക്തി, വിജ്ഞാനം, സഹനശക്തി, വിജ്ഞാനം. അഹന്തയല്ല, സഹനശക്തി. ഇവ എവിടെയെല്ലാം ഇരിക്കുന്നുവോ അവയാണ് എൻ്റെ വിഭൂതി. ഇപ്പം എൻ്റെ വിഭൂതി എന്ന് പറയുന്നത് പ്രഭാവം എവിടെയുണ്ടോ, സമ്പത്ത് എവിടെയുണ്ടോ, കീർത്തി എവിടെയുണ്ടോ, ഐശ്വര്യം എവിടെയുണ്ടോ, ലജ്ജ എവിടെയുണ്ടോ, ത്യാഗം എവിടെയുണ്ടോ, ആനന്ദം എവിടെയുണ്ടോ, ഭാഗ്യം എവിടെയുണ്ടോ, വീര്യം എവിടെയുണ്ടോ, സഹനശക്തി എവിടെയുണ്ടോ, അഹന്തയല്ലേ, അത് നെഗറ്റീവല്ല, സഹനശക്തി എവിടെയുണ്ടോ, വിജ്ഞാനം, ഇവയെല്ലാം എവിടെയുണ്ടോ അതെല്ലാം എൻ്റെ വിഭൂതികളാണ്. അപ്പോൾ ഇനി ഒന്നും കണക്കെടുക്കാൻ പറ്റില്ല. ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ കീർത്തിൻ്റെ കണക്കെങ്ങനെയാണ് എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീര്യത്തിൻ്റെ കണക്കെങ്ങനെയാണ് എടുക്കാമെന്ന് അതൊന്നും മറക്കാൻ പറ്റില്ല. 41. അങ്ങനെ ഈ വിഭൂതികളെല്ലാം ഉദ്ധവർ ചോദിച്ചതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ വിഭൂതിയെപ്പറ്റിയും എൻ്റെ അവതാരങ്ങൾ എന്താണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏത് കാറ്റഗറിയിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൃഷ്ണനായിട്ട് കണ്ടുകൊടുക്കുക. മഹാഭാരത കഥയിൽ ഏതായിട്ട് എടുത്താൽ മതി? 3-ാം ലോക മഹായുദ്ധമായിട്ട് എടുത്താൽ മതി. അപ്പം മഹാഭാരത കഥയിലെ കൃഷ്ണനെ ആരായിട്ട് എടുക്കേണ്ടി വരും? 3-ാം ലോക മഹായുദ്ധം നയിക്കുന്ന പുട്ടിനെ കൃഷ്ണനായിട്ടും, അല്ല വേണ്ടവർക്ക് ട്രംപിനെയും വേണ്ടിക്ക് കൃഷ്ണനായിട്ട് എടുക്കാം. ഈ തരത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ. ഓരോ കാലഘട്ടത്തിലും ഓരോ വിശിഷ്ട ശക്തികളായിട്ട് വന്നിട്ടാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ ആകാശമാകുന്ന പുഷ്പത്തെ എങ്ങനെയാണ് ഇങ്ങനെ വികസിച്ച് കിടക്കുകയില്ല, അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ പറ്റുക? വാക്കുകളെ കൊണ്ട്. അതുപോലെ ഞാനീ പറഞ്ഞതെല്ലാം മനസ്സിനാൽ കൽപ്പിതമാകുന്നു. മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് ഈ പറയുന്നതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലായിക്കൊള്ളണം. ഇനി 42 വാക്കിനെ നിയന്ത്രിക്കുക, വായെ അടക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, പ്രാണനെ നിയന്ത്രിക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ബുദ്ധിയെ സത്വഗുണമായ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുക എന്നിവ നീ ചെയ്താൽ, ആരോട് പറയാണ്? ഉദ്ധവരോട്, സംസാര മാർഗത്തിൽ നീ പ്രാപിക്കില്ല. ഏതൊരു യതി ബുദ്ധി കൊണ്ട് വാക്കിനെയും മനസ്സിനെയും അടക്കുന്നില്ലയോ അവൻ്റെ തപസ്, വ്രതം, ജ്ഞാനം ഇവ ചുടാത്ത മൺകലത്തിൽ വെച്ച ജലം പോലെയാണ്. ഒരു മൺകലം ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് വെള്ളം വെക്കുന്നു, ചൂടാക്കിയിട്ട് ചൂളയിൽ വെച്ചിട്ട് ചൂടാക്കുന്നില്ല. മൺകലം ഉണ്ടാക്കിയിട്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി പോകും. അതുപോലെ ബുദ്ധിയെയും വാക്കിനെയും മനസ്സിനെയെല്ലാം നിയന്ത്രിക്കാത്തവന് എന്ത് തപസ് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് വ്രതം അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, എന്ത് ജ്ഞാനം നേടിയിട്ടും കാര്യമില്ല. 44 ആയതുകൊണ്ട് മനസ്സ്, വാക്ക്, പ്രാണൻ ഇവകളെ എന്നിൽ അർപ്പിച്ച് എന്നിലുള്ള ഭക്തിയോടെ ബുദ്ധിയാൽ ഇവയെല്ലാം, മനസ്സ്, വാക്ക്, ബുദ്ധി, പ്രാണൻ ഇവയെല്ലാം നിയന്ത്രിക്കണം. എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ബുദ്ധി കൊണ്ട് ഇവയെല്ലാം നിയന്ത്രിക്കണം. അപ്പോഴവൻ കൃതകൃത്യനായിട്ട് ഭവിക്കുന്നു.